KTU S1 S2 ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പ്രോബ്ലം പാർട്ടുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് പാർട്ടിലേക്ക് പോവാം. 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് നമ്മുടെ സെമി കണ്ടക്ടർ ഫിസിക്സ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Given that in a metal, consider the energy level lying 0.01 electron volt above the Fermi level. സോ നമുക്ക് ആ ഫസ്റ്റ് ഇത് വായിച്ചതിന് മനസ്സിലായത് നമുക്കൊരു മെറ്റലാണ് തന്നിരിക്കുന്നത്. ആൻഡ് വി വാണ്ട് ടു കൺസിഡർ എ എനർജി ലെവൽ നോൺ ആസ് ഫെർമി എനർജി ലെവൽ. ഈ ഫെർമി എനർജി ലെവലിൽ നിന്നും 0.01 ഇലക്ട്രോൺ വോൾട്ട് എനർജി വ്യത്യാസത്തിൽ മറ്റൊരു എനർജി ലെവലുണ്ട്. ആൻഡ് ഇറ്റ് ഷുഡ് ലൈ എബോവ് അല്ലേ. ഫെർമി എനർജി ലെവലിന് എബോവ് ആയിട്ടാണ് ആ എനർജി ലെവൽ ഇരിക്കുന്നത്. ഈ എനർജി ലെവലും ഫെർമി എനർജി ലെവലും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 0.01 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇത്രയാണ് നമുക്ക് ആദ്യത്തെ സെൻറ്റൻസിൽ നിന്ന് മനസ്സിലായത്. ആൻഡ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് ലെവൽ ബീയിങ് ഓക്യുപ്പൈഡ് ബൈ എൻ ഇലക്ട്രോൺ അറ്റ് 300 കെൽവിൻ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് എന്നുള്ളതാണ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഈസ് ഗിവൺ ആസ് 300 കെൽവിൻ. പിന്നെ നമുക്കൊരു ബോൾസ്മാൻ കോൺസ്റ്റൻ്റ് വാല്യൂം അവിടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു പ്രോബ്ലം പാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്കൊരു ഫെർമി എനർജി ലെവലുണ്ട്. ആ ഫെർമി എനർജി ലെവലും അതിന് മുകളിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന എനർജി ലെവലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ആണ് ഈ 0.01 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊരു പർട്ടിക്കുലർ എനർജി ലെവൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഞ്ച് ഓഫ് എനർജി ലെവൽ തന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി നൽകുന്ന ഫംഗ്ഷനാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ FOV. ഈ എന്ന് പറയുന്ന പർട്ടിക്കുലർ എനർജി ലെവലിലെ പ്രോബബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആൻഡ് ദിസ് ഫംഗ്ഷൻ അതിൻ്റെ വാല്യൂ എന്താണ്? 1/e⁻ സോ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കിട്ടും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ e⁻ ആ റേഷ്യോയിലേക്ക് പോവാം. അതിന് e⁻ എടുത്തിട്ടുണ്ട്. സോ e⁻ എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ് തന്നിരിക്കുന്നത്? 0.01 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അത് ഓൾറെഡി നമുക്ക് ഗിവൺ ആണ്. ആൻഡ് ഇവിടെ ശ്രദ്ധിച്ചേ, ഈ എനർജിയുടെ വാല്യൂ തന്നിരിക്കുന്നത് ഏത് യൂണിറ്റിലാണ്? ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്ന യൂണിറ്റിലാണ്. സോ നമ്മൾ ആ എനർജി വാല്യൂവിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പം എനർജി വാല്യൂ ഇലക്ട്രോൺ വോൾട്ടിലാണെങ്കിൽ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ തന്നിരിക്കുന്ന വാല്യൂവിനെ 1.6 × 10⁻⁻19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ അതാണ് നമ്മുടെ ഈ പാർട്ടിൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡിവൈഡഡ് ബൈ കെയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്, ബോൾസ്മാൻ കോൺസ്റ്റൻറ്റ്, ഇൻറ്റു T ടെമ്പറേച്ചർ 300 കെൽവിൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്നത് 0.386 എന്ന് കിട്ടും. ആൻഡ് നമ്മുടെ ജനറൽ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. FOV = 1/e⁻, ആ റേഷ്യോ എത്രയാണ് കിട്ടിയത്? 0.386 + 1 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e⁻0.386 എന്നുള്ളത് 1.47 എന്ന് കിട്ടും. +1 ഇട്ട് കൊടുത്തു, ദാറ്റ് ഈസ് 1/2.47, അപ്രോക്സിമേറ്റ്ലി 0.405 എന്ന് കിട്ടും. സോ ഇത് ആ ഫംഗ്ഷൻ്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആ ലെവലിലുള്ള ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റിയാണ്. സോ എന്താണോ നമുക്കവിടെ വാല്യൂ കിട്ടുന്നത് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇത്ര ശതമാനം പ്രോബബിലിറ്റി ഉണ്ടെന്ന് കിട്ടും. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 40.5% പ്രോബബിലിറ്റിയാണ്. EF എന്ന് പറയുന്ന ഫെർമി എനർജി ലെവലിന് 0.01 ഇലക്ട്രോൺ വോൾട്ട് തൊട്ട് മുകളിലിരിക്കുന്ന എനർജി ലെവലിൽ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ്
ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഇതെപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. 2024 ഡിസംബറിൽ തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ടെക്സ്റ്റൽ പ്രോബ്ലത്തിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1 ആങ്സ്ട്രം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കിതൊന്ന് കൺസിഡർ ചെയ്യാം. ഫൈൻഡ് ദ 2 ലോവസ്റ്റ് എനർജി ലെവൽസ് ഓഫ് ആൻ ഇലക്ട്രോൺ in a one-dimensional infinite square well potential of width 3 angstrom. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ബോക്സ് കൺസിഡർ ചെയ്യാം. ദാറ്റ് ഈസ് ഒരു സ്ക്വയർ വെല്ല് കൺസിഡർ ചെയ്യാം. ഇൻഫിനൈറ്റ് ഹൈറ്റ് ഉള്ള ഒരു സ്ക്വയർ വെല്ലാണ്. ഇലക്ട്രോണിന് എക്സ് ഡയമെൻഷനിൽ മാത്രമേ മോഷൻ ഉള്ളൂ. ആൻഡ് ഈ പറയുന്ന ബോക്സിൻ്റെ വിഡ്ത്ത് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? ലെങ്ത് ഓർ വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 3 ആങ്സ്ട്രം എന്ന് തന്നിട്ടുണ്ട്. എങ്കിൽ ഈ ഇലക്ട്രോണിന് എല്ലാ എനർജി വാല്യൂസും പോസിബിൾ അല്ല എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ക്ലാസിക്കൽ മെക്കാനിക്സിൽ പോലെ ഇലക്ട്രോണിൻ്റെ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു പാർട്ടിക്കിൾ എടുത്താൽ എനർജി വാല്യൂസ് എന്ന് പറയുന്നത് ഒരിക്കലും ക്വാണ്ടൈസ്ഡ് അല്ല. അതിന് ഏത് വാല്യൂസ് വരാം, കണ്ടിന്യൂസ് വാല്യൂസ് ആണ്. പക്ഷേ ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാ വാല്യൂസ് ഓഫ് എനർജീസും അതിന് പോസിബിൾ അല്ല. അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന ഒരു മറ്റൊരു പേരാണ് ക്വാണ്ടൈസ്ഡ് എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു പോർഷനിൽ പഠിച്ചിട്ടുള്ള ഒരു മേജർ ഇക്വേഷനാണ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇസ് ഈക്വൽ ടു n² × π² h² ഡിവൈഡ് ബൈ 2ml². അപ്പോൾ ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളോട് 2 എനർജി ലെവലിൻ്റെ ചോദിച്ചിട്ടുള്ളൂ. സോ നിങ്ങൾക്കറിയാം എന്താ ഫസ്റ്റ് എനർജി ലെവലിൻ്റെ കണ്ടുപിടിക്കാൻ എന്നിന് എന്തിട്ട് കൊടുത്താൽ മതി? 1 ഇട്ട് കൊടുത്താൽ മതി. n ഉള്ളിടത്തൊക്കെ എന്തിട്ട് കൊടുക്കുക? 1 ഇട്ട് കൊടുക്കുക. സോ ഈ എന്നിന് പകരം ഈ 1 ആകും. n², 1² പകരം n² പകരം 1² ആവും. ബാക്കി π² ഇട്ടു. ആൻഡ് h കട്ടിൻ്റെ വാല്യൂ ഓൾറെഡി നോൺ ആയിരിക്കണം, അറിഞ്ഞിരിക്കണം. h കട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? h കട്ട് ഈസ് ഈക്വൽ ടു h ഡിവൈഡഡ് ബൈ 2π ആണ് എടുക്കേണ്ടത്. എച്ചിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 6.626 × 10⁻34 ഡിവൈഡഡ് ബൈ 2π. ഇതെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.054 × 10⁻34 എന്നാണ്. ഈ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്ന എച്ച് കട്ട്. ഓക്കെ, ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? അതിൻ്റെ സ്ക്വയർ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുക്കുക. ഡിവൈഡഡ് ബൈ 2 × എമ്മിന് പകരം ഇലക്ട്രോണിൻ്റെ മാസാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് എൽ ഇവിടെ ഗിവൺ ആണ് അല്ലേ. ആ പറയുന്ന ബോക്സിൻ്റെ വിഡ്ത്ത് ഗിവൺ ആണ്. 3 ആങ്സ്ട്രം ആണ് തന്നിരിക്കുന്നത്. സോ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. സോ 3 × 10⁻10 L² ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ നമ്മൾ L² എടുത്തു. അത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടും. ദാറ്റ് മീൻസ് 6.69 × 10⁻19 എന്ന് കിട്ടും. സോ നമുക്ക് വേണ്ടത് എനർജി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ വോൾട്ട് ആണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്ത് നിങ്ങൾ കാണിക്കേണ്ടത്. സോ ഇലക്ട്രോൺ വോൾട്ടിലേക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻ ടേംസ് ഓഫ് ജൂളിലാണ്. അതിനെ 1.6 × 10⁻19 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ വോൾട്ട് കിട്ടും. സോ നിങ്ങൾക്കിപ്പം ഫസ്റ്റ് 2 എനർജി ലെവൽസാണ് തന്നിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ആ ഭാഗത്ത് പഠിച്ചൊരു കാര്യം, ഇതിന് പോസിബിൾ ആയിട്ടുള്ള എനർജി വാല്യൂസ് എന്ന് പറയുന്നത് ഒന്ന് E1 ആണെന്നുണ്ടെങ്കിൽ E1 ഇസ്, അടുത്തത് E2 എന്ന് പറയുന്നത് 4 ടൈംസ് E1 ആയിരിക്കും. ആൻഡ് അടുത്ത പോസിബിൾ എനർജി വാല്യൂ E3 എന്ന് പറയുന്നത് 9 ടൈംസ് E1 ആയിരിക്കും. ആൻഡ് അടുത്ത പോസിബിൾ എനർജി E4 എന്ന് പറയുന്നത് 16 ടൈംസ് E1 ആയിരിക്കും. ഈ ഒരു വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ E1 ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n². അപ്പോൾ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിപ്പം ഫസ്റ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ എനർജി ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഏത് പോസിബിൾ എനർജി വാല്യൂ എന്നുള്ളത് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ n=2 അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് E2 എനർജി ലെവലിലുള്ള ഇലക്ട്രോണിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് E1 എടുക്കണമെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് പറയാം? n² ടൈംസ് E1 എന്ന് പറയാം. ഈ എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 2² ടൈംസ് E1 എന്ന് പറയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ടൈംസ് E1. സോ E1ൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചായിരുന്നു. എത്രയാണ്? 4.18 ആണ്. സോ 4 ×
4.18 ഇലക്ട്രോൺ വോൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? E2 എനർജി ലെവൽ കിട്ടുന്നു. സോ ഇതുപോലെ നിങ്ങൾക്ക് അടുത്തടുത്ത എനർജികൾ, ചിലപ്പോൾ നിങ്ങളോട് ഫസ്റ്റ് 3 എനർജി വാല്യൂസ് ഒന്നോ ഫസ്റ്റ് 4 എനർജി വാല്യൂസ് ഒന്നോ ഒക്കെ ചോദിക്കാം. സോ നിങ്ങൾ അതിനനുസരിച്ച് ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇനി അടുത്തത് മൊഡ്യൂൾ 3, ദാറ്റ് ഈസ് സെമി കണ്ടക്ടർ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ട് 2024 ഡിസംബറിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. ഇത് ഓൾറെഡി നമുക്ക് നമ്മുടെ നോട്ടിലൊക്കെ ചെയ്തിട്ട് ഉള്ള പോലെ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്ന എസ്സേ പാർട്ടിലാണ് ഇത് വരുന്നത്. കാൽക്കുലേറ്റ് ദ ഡയോഡ് കറൻറ്റ് ഇൻ എ സിലിക്കൺ ഡയോഡ് അറ്റ് 25 degrees Celsius when a forward bias voltage of 0.5 volt is applied. The reverse saturation current at 25 degrees Celsius is 0.1 microampere. The material constant eta is equal to 2 is given. So first of all നമുക്ക് മനസ്സിലായി ഡയോഡ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്. സോ ഡയോഡ് ഇക്വേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നോക്കാം. നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ആരെയാണ്? ഡയോഡ് കറൻ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ആരെയാണ് ഈ ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഐ ആണ് നമ്മുടെ ഇക്വേഷനിലെ ഡയോഡ് കറൻറ്റ്. സോ ഡയോഡ് ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഹിയർ ഐ റെപ്രസെൻറ്റ്സ് ദി ഡയോഡ് കറൻറ്റ് ആൻഡ് IS represents the reverse saturation current ആൻഡ് ഈ എക്സ്പൊണൻഷ്യൽ കിടക്കുന്നത് VD ആണ്. VD എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ബയസ് വോൾട്ടേജ് ആണ്. ആൻഡ് ഈറ്റ ഈസ് ദി മെറ്റീരിയൽ കോൺസ്റ്റൻറ്റ്. ആൻഡ് അടുത്തത് VT എന്ന് പറയുന്നത് തെർമൽ വോൾട്ടേജ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. 25 degrees Celsius എന്ന് തന്നിട്ടുണ്ട്. സോ ടിയുടെ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. 25 degrees Celsius ആണെങ്കിൽ അതിനെ കെൽവിനിലേക്ക് ആക്കാൻ അറിയാലോ. 25 + 273. അടുത്ത് തന്നിരിക്കുന്നത് ഫോർവേഡ് ബയസ് വോൾട്ടേജ് ഓഫ് 0.5 വോൾട്ട്. ഫോർവേഡ് ബയസ് വോൾട്ടേജിൻ്റെ വാല്യൂ VD കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ചിലയിടത്ത് അത് V എന്ന് മാത്രമേ കാണുള്ളൂ. സോ ഏത് വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. VD ആണ് ഇപ്പോൾ തന്നിരിക്കുന്നത് എത്രയാണ്? 0.5 വോൾട്ട്. ദ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് അറ്റ് 25 degrees Celsius, ദാറ്റ് ഈസ് IS അവർ തന്നിട്ടുണ്ട് 0.1 microampere. അതിനെ നമ്മൾ ആംപിയറിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. ഇനി മെറ്റീരിയൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയാണ് തന്നിട്ടുണ്ട്? 2 എന്ന് തന്നിട്ടുണ്ട്. സോ സിലിക്കൺ ആണെങ്കിൽ ഓൾറെഡി നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതാണ് മെറ്റീരിയൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 2 ആയിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇക്വേഷനിൽ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. IS തന്നിട്ടുണ്ട്, ഫോർവേഡ് ബയസ് വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഈറ്റ തന്നിട്ടുണ്ട്. പക്ഷേ VT എന്ന് പറയുന്ന തെർമൽ വോൾട്ടേജ് തന്നിട്ടില്ല. സോ വി വാണ്ട് ടു ഫൈൻഡ് ദാറ്റ്. അപ്പോൾ അതിൽ VT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ KT ഡിവൈഡഡ് ബൈ Q ആണ്. ഓക്കെ, K is the Boltzmann constant 1.38 × 10⁻⁻23 ഇൻറ്റു ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു 298 ഡിവൈഡഡ് ബൈ Q മീൻസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 25.69 മില്ലി വോൾട്ട് എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത്രയും വോൾട്ട് എന്ന് നമുക്ക് അതിനെ എഴുതാം. ഇനി ഡയറക്റ്റ്ലി നമ്മുടെ ഡയോഡ് കറൻറ്റിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. I is equal to IS ഇൻറ്റു e⁻VD ഡിവൈഡഡ് ബൈ ഈറ്റ ഇൻറ്റു VT -1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ISന് പകരം നമ്മൾ 0.1 microampere കൊടുത്തു. ആൻഡ് നമ്മുടെ ബാക്കി വാല്യൂസ് എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ എക്സ്പൊണൻഷ്യലിൻ്റെ പവർ ആദ്യം ഒന്ന് ചെയ്യാൻ നോക്കുക. ഇതാദ്യം ഒന്ന് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് 9.7276 എന്ന് കിട്ടും. അതിൻ്റെ എക്സ്പൊണൻഷ്യൽ എടുക്കുക. അതിൻ്റെ എക്സ്പൊണൻഷ്യൽ എടുക്കുമ്പോൾ ഇത്രയും സംതിങ് കിട്ടും. ആൻഡ് അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഐയുടെ വാല്യൂ 1.677 × 10⁻³ ആംപിയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ 1.677 മില്ലി ആംപിയർ എന്ന് നമുക്ക് കിട്ടും. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ ആരൊക്കെയാണ് നമുക്ക് ഗിവൺ ചെയ്തിരിക്കുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഇനി 2025 ഡിസംബറിൽ ഇനി 2025 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെഗുലർ പേപ്പറിൽ കുറച്ച് പ്രോബ്ലം പാർട്ടുകൾ കുറവായിരുന്നു. പക്ഷേ സപ്ലി പേപ്പറിലേക്ക് വന്നപ്പോൾ എല്ലാ മൊഡ്യൂളിൻ്റെ എസ്എ പാർട്ടിൻ്റെയും B ക്വസ്റ്റ്യനായിട്ട് പ്രോബ്ലം പാർട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ 2025 ക്വസ്റ്റ്യൻസ് പ്രോബ്ലം പാർട്ടിൻ്റെ ഭാഗങ്ങൾ കൂടുതലാണ്. സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് മൊഡ്യൂൾ 2, ദാറ്റ് മീൻസ് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നമ്മുടെ ഡി ബ്രോഗ്ലിയുടെ മാറ്റർ വേവ്സിലെ
ഡി ബ്രോഗ്ലി വേവ് ലെങ്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. കാൽക്കുലേറ്റ് ദ വേവ് ലെങ്ത് ഓഫ് എൻ ഇലക്ട്രോൺ ആക്സിലറേറ്റഡ് ടു എ പൊട്ടൻഷ്യൽ ഓഫ് 1600 വോൾട്ട്. സോ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളവിടെ പഠിച്ചിട്ടുള്ള കുറച്ച് ഫോർമുലാസ് നമുക്ക് റിമൈൻഡ് ചെയ്യാം. ലാംഡ =h/√2m EV. ഈ വി എന്ന് പറയുന്നത് ഒരു പൊട്ടൻഷ്യൽ വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് √150/v ആണ്. സോ ഈ ഇക്വേഷൻ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, എമ്മിൻ്റെ വാല്യൂ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ മാസ്സാണ്, ഇയുടെ വാല്യൂ അറിയാം ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്ത ഒരു ഇക്വേഷനാണിത്. സോ ആ ഇക്വേഷനിൽ നിന്ന് ഞാൻ മറ്റൊരു ഇക്വേഷൻ എടുക്കുകയാണ്. √150 എടുക്കുമ്പം 12.24 കിട്ടും /√v. ഇതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വേവ് ലെങ്ത് ഇൻ ആങ്സ്ട്രം ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ പറയുന്ന ചോദ്യം ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഇക്വേഷൻ, ദാറ്റ് ഈസ് h/√2m EV എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി കാൽക്കുലേഷൻ കൂടുമെന്നേ ഉള്ളൂ. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് നമ്മളിപ്പം കണ്ടത്. ഇനി അഗെയിൻ 2025 ഡിസംബർ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ മൊബിലിറ്റി എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി മൊഡ്യൂൾ 1 നിന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. കാൽക്കുലേറ്റ് ദ മൊബിലിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ കോപ്പർ ഗിവൺ ദ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആസ് 8.46 × 10⁻28 per meter cube ആൻഡ് റെസിസ്റ്റിവിറ്റി ഓൾസോ ഗിവൺ ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രോൺ ഇൻ കോപ്പറിനുള്ളിൽ ഇലക്ട്രോണിൻ്റെ മൊബിലിറ്റി കണ്ടുപിടിക്കൂ. മൊബിലിറ്റിന് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണെന്നറിയാം. ആൻഡ് നമ്മൾ അതിലൊരു ഡെറിവേഷൻ പാർട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ കണ്ടക്ടിവിറ്റി സിഗ്മ =NE⁻ എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ലാസ്റ്റ് കൊണ്ടുവരുന്നതായിരുന്നു നമ്മുടെ ഡെറിവേഷൻ. സോ ആ ഡെറിവേഷനിൽ നിന്നാണ് ഈ മ്യൂൻ്റെ ഇക്വേഷൻ ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ മ്യൂയുടെ ഇക്വേഷനിലേക്ക് ആ മൊബിലിറ്റി കണ്ടുപിടിക്കാൻ ആ ചോദ്യം, അതിൽ എന്തൊക്കെ കാര്യം നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സിഗ്മ തന്നിട്ടുണ്ടോ, കണ്ടക്ടിവിറ്റി ഓഫ് ദി മെറ്റൽ അല്ലെങ്കിൽ ആ ഒരു മെറ്റലിൻ്റെ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, നമുക്ക് ഡയറക്റ്റ്ലി തന്നിട്ടില്ല. പക്ഷേ റെസിസ്റ്റിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ എത്രയാണ്, 1.73 × 10⁻6 എന്ന് തന്നിട്ടുണ്ട്. സോ കണ്ടക്ടിവിറ്റി അതിൽ നിന്ന് നമുക്ക് എടുക്കാം റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. അങ്ങനെ ഞാൻ അതിൻ്റെ കണ്ടക്ടിവിറ്റി എടുത്തു വെച്ചു. ഇനി എന്ത് ചെയ്യുക, ഡയറക്റ്റ്ലി ബാക്കിയുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. N റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് കേട്ടോ. ആൻഡ് E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി രണ്ട് ക്വാണ്ടിറ്റീസും നമുക്കറിയാം. ഇനി ആ വാല്യൂസ് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മയ്ക്ക് പകരം നമുക്ക് 5.78 × 10⁵ എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ N ഓൾറെഡി തന്നിട്ടുണ്ട്. ആൻഡ് E ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാവുന്നതാണ്. സോ ഇതിട്ട് കൊടുക്കുമ്പോൾ 4.26 × 10⁻5 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അതിൻ്റെ യൂണിറ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കാം. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇക്വേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മൊഡ്യൂൾ 1 തന്നെ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ, ആ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാവുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് ഓൺലി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ ഇക്വേഷനാണ് അല്ലേ. ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് എനി ടെമ്പറേച്ചർ T = ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 Kelvin ടൈംസ് 1 - T/Tc². ഈ ഒരു ഇക്വേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിക്കുക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം, ഫോർ ലെഡ് ഹാവിങ് critical temperature Tc is 7.2 Kelvin. Calculate the temperature at which critical field is 0.1 times the field at 0 Kelvin. അപ്പോൾ നമുക്ക് എന്തോ ഒരു മെറ്റൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ലെഡ് ആണ്. അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 7.2 Kelvin. ദാറ്റ് മീൻസ് ആ ലെഡിനെ ഈ പറയുന്ന 7.2 Kelvinന് താഴെ കൂൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ആക്ട് ആസ് എ സൂപ്പർ കണ്ടക്ടർ അല്ലേ. പിന്നെ അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്, കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ക്രിട്ടിക്കൽ ഫീൽഡ് ഈസ് 0.1 ടൈംസ് ദാൻ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 Kelvin. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഏത് ടെമ്പറേച്ചറിലാണ് നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്
0 കെൽവിനിലെ ക്രിട്ടിക്കൽ ഫീൽഡിനേക്കാൾ 0.1 ടൈംസ് ആകുന്നത്. സോ നൗ നമ്മുടെ ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? വി വാണ്ട് ടു ടേക്ക് ഇറ്റ് ആസ് ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് എനി ടെമ്പറേച്ചർ. ഈ ടിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അവർ തന്നിരിക്കുന്ന കണ്ടീഷൻ ഇതാണ്. നൗ അവർ ക്രിട്ടിക്കൽ ഫീൽഡ് ഈസ് 0.1 ടൈംസ് ദ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0. 0.1 ടൈംസ് ദാൻ HC അറ്റ് 0 ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് എനി ടെമ്പറേച്ചർ. ആൻഡ് അതിൻ്റെ ഒറിജിനലി ഉള്ള ഇക്വേഷനിൽ ബാക്കി കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആരെയൊക്കെ ഇവിടെ വെട്ടിക്കളയാം? HC അറ്റ് 0യും ഇവിടുന്ന് HC അറ്റ് 0യും വെട്ടിക്കളയാം. ബാക്കി എന്ത് വരും? ലെഫ്റ്റ് സൈഡിൽ 0.1 വരും, റൈറ്റ് സൈഡിൽ 1 - T/TC ദ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. അപ്പോൾ TC ഓൾറെഡി തന്നിട്ടുണ്ട്. ആ വാല്യൂ കൂടെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തുവാ ചെയ്തിരിക്കുന്നത്? നമ്മൾ ഈ -T/7.2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്ന സാധനം ഡയറക്റ്റ്ലി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതെന്തായി മാറി? +T/7.2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. പിന്നെ റൈറ്റ് സൈഡ് ഓൾറെഡി ഒരു 1 ഇപ്പോൾ ഉണ്ടായിരുന്നു. ഈ 0.1നെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നപ്പോൾ -0.1 ആയി. ഓക്കെ, ഇനി ബാക്കി നമുക്ക് ഡയറക്റ്റ്ലി ചെയ്യാം. 1 - 0.1 is 0.9 ആൻഡ് T/7.2 ദ ഹോൾ സ്ക്വയർ is 0.9 എന്ന് എഴുതാം. ഇനി രണ്ട് സൈഡിനെയും റൂട്ട് എടുക്കുക, അതാണ് എളുപ്പമാർഗ്ഗം. അപ്പം ഈ സൈഡിലേക്ക് റൂട്ട് എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുക? ഇവിടെ റൂട്ട് എടുക്കുമ്പോൾ ആ സ്ക്വയർ അങ്ങ് പോകും. ബാക്കി റിമൈനിങ് ആ സ്ക്വയർ പോയി കഴിഞ്ഞാൽ T/7.2 ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ റൂട്ട് എടുത്താൽ ഈ സൈഡിലും റൂട്ട് എടുക്കണം അല്ലേ. അങ്ങനെ റൈറ്റ് സൈഡിലും റൂട്ട് എടുത്തു. റൂട്ട് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഡയറക്റ്റ്ലി ടിയുടെ വാല്യൂ കിട്ടി. 7.2 × √0.9. അപ്രോക്സിമേറ്റ്ലി ടിയുടെ വാല്യൂ 6.8305 കെൽവിൻ എന്ന് കിട്ടും. അപ്പോൾ നമ്മളോട് പറഞ്ഞത് ദ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് എനി ടെമ്പറേച്ചർ is 0.1 ടൈംസ് ദാൻ ദ ക്രിട്ടിക്കൽ ഫീൽഡ് അറ്റ് 0 കെൽവിൻ ആണെന്നുണ്ടെങ്കിൽ ഏത് ടെമ്പറേച്ചറിലാണ് ഈ ഒരു സംഭവം സാധ്യമാകുന്നതെന്നാണ് ചോദിച്ചിരുന്നത്. സോ ഡയറക്റ്റ്ലി ഈ പറയുന്ന സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ന്യൂമറിക്കൽസിൽ കണ്ടു കാണും. പക്ഷേ ഇത് കുറച്ചുകൂടി നല്ലൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക.